ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വിവിധ സംഘടനകൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. നിയമം റദ്ദാക്കണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. പി ബസന്തുണ്ട്. ബസന്ത്, എത്ര ഹർജികളാണ് കോടതിക്ക് മുൻപിലേക്ക് എത്തുന്നത്? ഇതൊക്കെ പരിഗണിക്കുന്ന സമയം സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ എപ്പോഴായിരിക്കും സുപ്രധാനമായിട്ടുള്ള ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണനയ്ക്ക് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ബസന്ത്? ദിവേഷ്, അല്പസമയത്തിനകം തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചായിരിക്കും ഈ ഹർജികൾ പരിശോധിക്കുക. 73 ഹർജികളാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 90ഓളം ഹർജികൾ വന്നിട്ടുണ്ടെങ്കിലും 73 എണ്ണം മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗ്, CPI, അസദുദ്ദീൻ ഉവൈസി തുടങ്ങിയവരൊക്കെ തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു MP നൽകിയ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കും. പ്രധാനമായും ഭരണഘടനാ വിരുദ്ധമാണ് പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം എന്നാണ് ഈ ഹർജികൾ ആരോപിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 14, 15, 25, 26 എന്നിവയുടെ ലംഘനമാണ് ഈ നിയമം എന്നുള്ളൊരു പ്രധാന ആരോപണമാണ് ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തങ്ങളെ ഭാഗം കേൾക്കാതെ ഈ ഹർജികൾ പരിഗണിക്കരുത് എന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ കവിയേറ്റ് അല്ലെങ്കിൽ തടസ്സ ഹർജി സുപ്രീം കോടതി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അറ്റോർണി ജനറൽ വെങ്കട്ടരമണിയും അതോടൊപ്പം തന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമായിരിക്കും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാവുക. അല്പസമയത്തിനകം കേസ് പരിഗണിക്കുമ്പോൾ ഹിന്ദു സംഘടനകൾക്ക് വേണ്ടിയുള്ള ഹർജിയും ഇതോടൊപ്പം വരുന്നുണ്ട്. ഹിന്ദു സേന എന്ന പേരിൽ നൽകിയിട്ടുള്ള ഒരു ഹർജിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ അവരുടെ ഭാഗത്ത് നിന്നുള്ള വാദം വരുന്നത്. അതേസമയം മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് മുനമ്പത്ത് നിന്ന് ആരെയും ഒഴിപ്പിക്കരുത് എന്ന് മുസ്ലിം ലീഗ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുനമ്പത്തിന് ഒരു പരിഹാരം വേണ്ടതുണ്ട്. അത് ശാശ്വതമായൊരു പരിഹാരം വേണം. അത് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ, അവിടെ ഉള്ളവരാരെയും ഒഴിപ്പിക്കാത്ത തരത്തിൽ തന്നെയുള്ള ഒരു പരിഹാരമാണ് തങ്ങൾ വിഭാവന ചെയ്യുന്നത് എന്നാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സുപ്രീം കോടതി നടപടികൾ വളരെ നിർണായകമാണ്. ബില്ല് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് 18-ാം തീയതി മുതൽ ബില്ല് ഇന്ത്യയിൽ പ്രാബല്യത്തിലുണ്ട്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കേണ്ടത്. പക്ഷേ നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. അത് ഉടനടി തന്നെ പുറപ്പെടുവിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് പറഞ്ഞത്. ആ ചട്ടങ്ങൾ വരുമ്പോൾ മുനമ്പത്തുകാർക്ക് നേട്ടമുണ്ടാകും, അല്ലെങ്കിൽ മുനമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു വാഗ്ദാനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ നിയമത്തിനപ്പുറം, അതായത് മുൻകാല പ്രാബല്യമില്ല എന്ന് നിയമത്തിൽ പറയുന്നതിനപ്പുറം ചട്ടങ്ങളിൽ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം കോടതി ഒരു കൂട്ടം ഹർജികൾ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഗണിക്കാൻ പോകുന്നു. അത് പരിഗണനയ്ക്ക് എടുക്കുന്ന മുറയ്ക്ക്, തീരുമാനമുണ്ടാകുന്ന മുറയ്ക്ക് ബസന്തിലേക്കും ബി ബാലഗോപാലിലേക്കും എത്താം.